ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കൊടമ്പുളിട്ട് വെച്ചിട്ടുള്ള അസലൊരു അയില കൂട്ടാനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉലുവയും പെരുംജീരകവും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള തക്കാളി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ പലരും പല വിധത്തിലായിരിക്കില്ലേ മീൻകറി വെക്കാറ്. ഇന്നത്തെ എൻ്റെ മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ സവാളയോ ചെറിയ ഉള്ളിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. വെറും തക്കാളി മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നുള്ളത്. നമ്മുടെ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അതിനു മുമ്പ് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകൾ ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3 കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏത് മീനിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. അയില 2 മുറിച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചതിന് ശേഷം അയില ഇതിലേക്കിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് അധികം വേവൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഈ അയില വന്ന് ആവശ്യത്തിനനുസരിച്ച് കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടമ്പുളി ഇട്ട് വെച്ചിട്ടുള്ള അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്